കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ അറസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായതോടെ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഇതോടെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ് നാണക്കേടിൽ നിന്ന് തലയുറാൻ ശ്രമിക്കുകയാണ് പല കോൺഗ്രസ് നേതാക്കളും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ MLA ആയ രാഹുലിന്റെ അറസ്റ്റ് തിരിച്ചടിയാകുമോ? ഈ ഒരു ആശങ്കയും കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അറസ്റ്റിന് തൊട്ട് മുൻപും രാഹുൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷും ഒപ്പം പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ദിസ്നയിലേക്ക് പോകാം. ദിസ്ന, വെരി ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നതോടെ കോൺഗ്രസ് വീണ്ടും ഒരു അഴിയാക്കുരുക്കിലേക്ക് പോകുകയാണ്. ഓരോ ദിവസവും കോൺഗ്രസിന് വല്ലാത്ത തലവേദനയാണ് ഓരോ പ്രശ്നങ്ങൾ കാരണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടും പല നേതാക്കളും ആദ്യമൊക്കെ രാഹുലിനെ എതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഇപ്പോൾ മുഖം രക്ഷിക്കാനെന്നുള്ള രീതിയിൽ ചില നേതാക്കളൊക്കെ ഒരു പരസ്യ പ്രതികരണം നടത്തുന്നുണ്ട്. എന്തായാലും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് തന്നെയല്ലേ? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ഒന്ന് കോൺഗ്രസ് ഒന്ന് ക്ലിക്ക് ആവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒന്നൊഴിയാതെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി വിവിധ വിഷയങ്ങൾ വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും അടൂർ പ്രകാശും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രം വലിയ വിവാദമായി കഴിഞ്ഞിരുന്നു. അതിനുശേഷം പുനർജനി വന്നു, VD സതീശനുമായി ബന്ധപ്പെട്ട് പുനർജനി വന്നു. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത കേസും വന്നതോടുകൂടി നേതൃത്വം വലിയ രീതിയിൽ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നൊരു കുഴപ്പത്തിൽ തന്നെയാണുള്ളത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് 3 കേസുകൾ. ഈ 3 കേസിന്റെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരേ തരത്തിലുള്ള സ്വഭാവം തന്നെയാണ് ഈ കേസുകൾക്കുള്ളത് എന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതായത് ഈ അതിജീവിതകളോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നതും പിന്നീട് നടത്തുന്നതുമൊക്കെ ഒരേ രീതിയിലാണ് എന്ന് ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിൽ പ്രതികരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് പാർട്ടിയുടെ നേതാക്കന്മാർക്കിടയിൽ ഉയർന്നു വരുന്നത്. ഈ നിലമ്പൂർ ഇലക്ഷന്റെ ഒക്കെ ആ സമയത്ത് രാഹുലും ഷാഫിയും തമ്മിൽ വലിയ രീതിയിലുള്ള കൂട്ടുകെട്ടൊക്കെ തന്നെ ഈ മുതിർന്ന നേതാക്കന്മാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അലോസരം ഉണ്ടാക്കിയിരുന്നു. അത് പരസ്യ പ്രതികരണമായി ഒക്കെ വന്നതും നമ്മൾ കണ്ടതാണ്. റീലുകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ യുവ നേതാക്കന്മാർ വോട്ട് പിടിക്കുന്നത് തുടങ്ങിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നതും നമ്മൾ കണ്ടതാണ്. ആ കാലഘട്ടത്തിലൊക്കെ രാഹുലിനെ പിന്തുണച്ചും എതിർത്തും ഒക്കെ നേതാക്കന്മാർ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടിരുന്നു. 2 രീതിയിലുള്ള കേസുകൾ വന്ന സമയത്തും ആദ്യ പരാതിക്കാരിയുടെ കേസ് ഇത്ര കാലതാമസം ഉണ്ടായത് രാഷ്ട്രീയപരമായുള്ള വലിയ രീതിയിൽ ഒരു വൈരാഗ്യം തീർക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായതിനു ശേഷം ഒരു പരാതിയുമായി യുവതി രംഗത്ത് വരുന്നത് എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ വാദം. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഈ ഒരു പരാതി വന്നിട്ടുള്ളത്. അത് കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നൊരു വാദഗതിയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ 3ാമത്തെ പരാതി വരുമ്പോഴും അത്തരത്തിൽ ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പം നിയമസഭാ സമ്മേളനങ്ങൾ ചേരുന്നു. അതിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ളൊരു ആയുധമായി ഈ വിഷയം മാറുമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അശ്വതി, എങ്ങനെയായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കോൺഗ്രസ് നേരിടുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്നാലും മുതിർന്ന നേതാക്കന്മാർക്കിടയിൽ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയൊക്കെ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത വേദിയിൽ രാഹുലിനെ മൈൻഡ് ചെയ്യാത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം, 2 തട്ടിലായി പാർട്ടി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാഹുലിന്റെ രാഹുകാലം കോൺഗ്രസിനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അരുണിലേക്കൊന്ന് പോകണം. അരുൺ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ സാമാജികനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരമേറിയ പരാതിയാണ് ഇപ്പോൾ 3ാമത്തെ പരാതി. നമുക്ക് അരുണിലേക്ക് പോകാം. അതിനു മുൻപ് നമുക്ക് ദിസ്നയിലേക്ക് ഒന്നുകൂടി പോകണം. ദിസ്ന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ കോൺഗ്രസിനെ മുഖം രക്ഷിക്കണം. പക്ഷേ ഈ രാഹുലിന്റെ ഈ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവ വൈകൃതം കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ദിസ്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ?
തീർച്ചയായും അശ്വതി, അത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പ്രധാനമായും ഈ 3 കേസുകളിലും ഒരേ രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം കടന്നിരിക്കുന്നതെന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പാർട്ടി വലിയ രീതിയിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി. പിന്നീടാണ് വലിയ രീതിയിൽ കേസുകൾ വന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും നേതൃത്വം തയ്യാറായത്. അതും മുതിർന്ന നേതാക്കന്മാർ വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ യുവ നേതാക്കന്മാർക്കിടയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആദ്യഘട്ടം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ്. ഷാഫി പറമ്പിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് അശ്വതി ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കൈകാര്യം ചെയ്യുക എന്നതാണ് നോക്കിക്കാണുന്നത്. പ്രധാനമായും UDF പറയുക പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്, MLA സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത് രാഹുലിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ അവസാന നിമിഷം മുഖം രക്ഷിക്കാൻ ഈ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ തള്ളി പറയുന്നുണ്ടെങ്കിലും ഇതിലൊരു സുപ്രധാന കാര്യമുണ്ട്. ആദ്യം തന്നെ രാഹുലിനെതിരെ പല പരാതികളും വന്നിരുന്നു. അത് KPCCക്കും അതുപോലെ തന്നെ അവിടുത്തെ മുതിർന്ന നേതൃത്വത്തിനും ഈ രാഹുലിനെ പറ്റിയുള്ള പരാതികൾ ഒരുപക്ഷെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനുമൊക്കെ മുൻപ്, ഈ അന്വേഷണ സംഘത്തിനൊക്കെ ലഭിക്കുന്നതിനുമൊക്കെ മുൻപ്, എത്രയോ മുൻപ് രാഹുലിനെതിരെയുള്ള പരാതികൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു ചെറുവിരൽ അനക്കാലോ രാഹുലിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ അന്ന് നേതൃത്വം തയ്യാറായില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ദിസ്ന, തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പരാതി നൽകിയ അതിജീവിതകളൊക്കെ പറയുന്നത് പാർട്ടിയിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ വനിതാ നേതാക്കളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ചില പേരുകൾ അവർ പുറത്തു പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പരാതികൾ മുതിർന്ന നേതാക്കന്മാരിൽ എത്തിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വലിയൊരു വിഷയമായി ഇത് മാറുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് ആദ്യ അതിജീവിതയുടെ ആ പരാതി തന്നെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഇത്രയും കാലതാമസം ഉണ്ടായി ഉയർന്നു വന്നൊരു കേസ്, അതും ആ സമയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആയുധമാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നത് എന്നത് ഒരു ന്യായീകരണം തന്നെയാണ് മുതിർന്ന നേതാക്കന്മാരിലുള്ളത്. പക്ഷെ പിന്നീട് രണ്ടാമത് വന്ന പരാതിയിന്മേലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ നേതാക്കൾ കടന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരിട്ട് അതിജീവിത അല്ലെങ്കിൽ ആ പരാതിക്കാരി നേരിട്ട് ഇമെയിൽ വഴി സണ്ണി ജോസഫിന് ഉൾപ്പെടെ ആ പരാതി നൽകുകയായിരുന്നു. പിന്നീടാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. കാരണം ഈ വാർത്ത പുറത്തു വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പെട്ടില അല്ലെങ്കിൽ ഒന്നാകെ വലിയ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം വന്നതോടുകൂടിയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. ഈ മൂന്നാമത്തെ പരാതിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ പരാതിയുടെ സമാനമായ രീതികൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുകയും MLA ഓഫീസ് തുറക്കുകയും വലിയ രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെയും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഇലക്ഷനൊക്കെ നിൽക്കും, അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല പൊതുവേദികൾ ഉൾപ്പെടെ പല പരിപാടികളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർത്തും വെല്ലുവിളിക്കുന്ന ഒരു മനോഭാവം അന്വേഷണ സംഘത്തിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അന്വേഷണ സംഘത്തോട് പറയുന്നത്. മാത്രമല്ല ഈ അന്വേഷണത്തിനോട് ഒരു തരത്തിലും യോജിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള നിലപാടല്ല രാഹുൽ മാങ്കൂട്ടം സ്വീകരിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. ഒപ്പം അതോടൊപ്പം ഫോൺ പരിശോധിക്കാനൊന്നും ഈ രാഹുൽ മാങ്കൂട്ടം തന്റെ പാസ്വേഡൊന്നും ഈ അന്വേഷണ സംഘത്തിന് നൽകുന്നില്ല. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്ക് അരുൺ ആലത്തൂരിലേക്ക് കൂടി പോകണം. അരുൺ, ഒരു കോൺഗ്രസ് യുവ നേതാവിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച. അതേപോലെ തന്നെ ആ ഗ്രാഫ് കുത്തനെ ഇടിയുകയാണ് വളരെ പെട്ടെന്ന്, അതും സ്ത്രീ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടിയുന്നു. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇനി എന്താണ് അന്വേഷണ സംഘം തുടർ നടപടികളായി സ്വീകരിക്കുന്നത്? എപ്പോഴാകും രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങുക? എത്ര ദിവസത്തേക്കായിരിക്കും? അരുൺ. അശ്വതി, പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇനിയിപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ഈ രാഹുൽ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കോടതിയിൽ കോടതിയിൽ ഈ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്.
വരുന്നത്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് ഈ പോലീസിൻ്റെ FIR പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ അതിൽ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പരാതിക്കാരിയായിട്ടുള്ള മൂന്നാമത്തെ ആ യുവതി അല്ലെങ്കിൽ അതിജീവിത അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ അവരുടെ ഇന്നലെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ സാമ്പത്തിക ചൂഷണം കൂടെ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന 2 കേസുകളിൽ സാമ്പത്തിക ചൂഷണമില്ല. അവിടെ ഒരു സ്ത്രീകളെ ദുരുപയോഗിക്കുകയും അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും മറ്റുമൊക്കെ ആയിരുന്നു ചെയ്തതെങ്കിൽ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ ഈ മൂന്നാമത്തെ യുവതിയിലേക്ക് വരുമ്പോൾ അവരെ സാമ്പത്തികമായിട്ട് കൂടെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പലതരത്തിലാണ്. ആദ്യം ഇവരുടെ വാട്സപ്പിൽ നിന്ന് ഇവർ രാഹുലിൻ്റെ നമ്പർ സേവ് ചെയ്ത് വയ്ക്കുന്നു. മറ്റൊരു വ്യക്തിക്ക് അയക്കുന്ന മെസ്സേജ് പെട്ടെന്ന് രാഹുലിൻ്റെ ഫോണിലേക്ക് പോകുന്നു. അതിനുശേഷം രാഹുൽ തുടർച്ചയായി ഹായ് എന്നും ഹലോ എന്നൊക്കെ അയച്ച് മെസ്സേജ് അയച്ച് ഈ യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ആ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഈ യുവതിയുടെ ഭർത്താവുമായിട്ട് യുവതി ചെറിയ പിണക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അത് മുതലെടുത്ത് ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുന്നു. താൻ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം നേരിൽ കാണണമെന്ന് പറയുന്നു. നേരിൽ കാണണമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിലോ മറ്റോ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രൈവറ്റ് സ്പേസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടലിൽ മുറിയെടുപ്പിക്കുന്നു. അവിടെ വെച്ച് ഇവരെ ലൈംഗികമായിട്ട് ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കുന്നു. അതിനുശേഷമാണെങ്കിൽ പലപ്പോഴായിട്ട് പണം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. രാഹുലിന് വാച്ച്, അതുപോലെ തന്നെ ഷൂസ്, അതുപോലെ തന്നെ ചെരുപ്പ് വാങ്ങാൻ വരെ 10,000 രൂപ അക്കൗണ്ടിൽ നൽകി എന്നുള്ളതിൻ്റെ കൃത്യമായി ഏത് അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്, താൻ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പണം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് യുവതി പറയുന്നു എന്നുള്ളതാണ്. ഇതിനപ്പുറം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പാലക്കാട് തനിക്ക് താമസിക്കുന്നതിന് വേണ്ടി ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ഈ യുവതിയും രാഹുലും തമ്മിൽ സംസാരിക്കുന്ന ചാറ്റുകളാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ പാലക്കാട് ബിൽടെക്കിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി അതിന് 1,14 ലക്ഷം രൂപ വില വരും, ആ വില നമുക്ക് പറഞ്ഞ് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഫ്ലാറ്റ് കൂടി വാങ്ങിപ്പിക്കുന്നത്, അതായത് രാഹുലിൻ്റെയും യുവതിയുടെയും പേരിലായി യുവതിയുടെ പണം മുടക്കിക്കൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ രാഹുൽ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ആ യുവതിയും തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഈ യുവതിയും രാഹുലിനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ സാമ്പത്തിക ചൂഷണം ഇതിന് പിന്നിൽ രാഹുൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാമ്പത്തിക ചൂഷണം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്നുള്ളത് അശ്വതി, ഈ FIRൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഈ യുവതിയെ വടകരയിലെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ വടകരയിൽ തനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അങ്ങോട്ട് വരാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു, താൻ പോയില്ല എന്ന് FIRൽ പരിശോധിക്കുമ്പോൾ അതിൽ 2-3 ഭാഗത്തായിട്ട് ഈ വടകരയിലെ ഫ്ലാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വടകരയിൽ അങ്ങനെ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അത് ഏത് ഫ്ലാറ്റാണ്? അത് രാഹുലിന്റെ ഫ്ലാറ്റ് തന്നെയാണോ, അതോ രാഹുലിന്റെ ജ്യേഷ്ഠ തുല്യരായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെ ഫ്ലാറ്റ് ആണോ? ഈ വടകര ഫ്ലാറ്റിനെ പറ്റി വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. ആരാണ് ഈ വടകര ഫ്ലാറ്റിന്റെ ഉടമസ്ഥൻ? അശ്വതി, അത് തന്നെയാണ് പ്രധാനമായിട്ടും ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കാരണം വടകരയിലെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്താൻ കാരണക്കാരൻ എന്നുള്ളത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ രാഹുലിൻ്റെ ജ്യേഷ്ഠ തുല്യനാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയ ഷാഫി അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. രാഹുലിന് എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകുന്ന വ്യക്തിയായിരുന്നു ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ നേരത്തെ CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയൊക്കെ രാഹുലിൻ്റെ ഹെഡ് മാഷാണ് ഈ ഷാഫി പറമ്പിൽ എന്ന തരത്തിലൊക്കെ നേരത്തെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഫ്ലാറ്റ് ഏതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ FIR പരിശോധിക്കുമ്പോൾ FIRൽ 2-3 ഇടത്തായിട്ട് ഈ വടകരയിലെ ഫ്ലാറ്റിനെ കുറിച്ച് പറയുന്നു. യുവതിയെ വടകരയിലെ ഫ്ലാറ്റിലേക്ക് വരുന്നതിന് വേണ്ടി നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ചിലപ്പോൾ അത് ഷാഫിയുടെ മറ്റേ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഷാഫിക്ക് അറിയാമായിരിക്കണമല്ലോ. കാരണം ഷാഫിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് രാഹുൽ ഒരു സ്ത്രീയെ വരാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഷാഫിക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ധാരണയില്ലാതിരിക്കാൻ സാധ്യത തീരെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഈ ഉള്ളുകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഏത് ഫ്ലാറ്റിലേക്കാണ് രാഹുൽ വിളിച്ചത്, വടകരയിൽ അങ്ങനെ ഒരു ഫ്ലാറ്റ് രാഹുലിനുണ്ടെങ്കിൽ അത് രാഹുലിൻ്റെ ഉടമസ്ഥയിലുള്ളതാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉടമസ്ഥയിലുള്ളതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ എത്രയും വേഗം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇനി കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
തീർച്ചയായും അരുൺ, അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഇടപിടിയാണ്. ഒരുപക്ഷെ രാഹുലിന്റെ ഒരു കളങ്കാവൽ തന്നെയാണ് കേരളത്തിൽ നടന്നതെന്ന് പറയേണ്ടി വരും. ഇനി കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും തരത്തിൽ ഇതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതായിരുന്നു. അതായത് ഈ വയനാട് ചൂരൽമന പുനരധിവാസത്തിന്റെ ഫണ്ട് പിരിക്കലുമായി ബന്ധപ്പെട്ട് അതൊക്കെ മറയാക്കി രാഹുൽ മാങ്കൂട്ടം തന്റെ പ്രിവിലേജ് മാക്സിമം ഉപയോഗിച്ച് ഒരുപാട് പേര് ഇത്തരത്തിൽ ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്നാലും ഈ മൂന്നാമത്തെ പരാതി ഗൗരവകരമേറിയതാണ്. ഒന്നാമത്തെ പരാതിയും ഗൗരവകരമേറിയത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ചില തെളിവുകളുടെ അഭാവത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യം നൽകാനുള്ള ഒരു ഇട വരുന്നത്. എന്നാൽ ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ കുടുങ്ങുമെന്നാണല്ലോ. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു കേസിൻ്റെ ആ ഒരു അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൈവിലങ്ങ് വീണിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടൽ അത്ര എളുപ്പമാകില്ല. കാരണം സകല തെളിവുകളുമുണ്ട്. അതിവിദഗ്ധമായാണ് SIT സംഘം രാഹുലിനെ പൂട്ടിയത്.